ഗീത ഗോപിനാഥ് അവർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടറായിരുന്നു. മലയാളി ആണ്. പിന്നെ ഒരു ഇന്ത്യൻ അമേരിക്കനാണ് അവർ. എനിക്ക് തോന്നുന്നു പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സ്ത്രീ ഇന്നലെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ചൈനയിലെ സി ജിൻപിന്നും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഉച്ചകോടി നടത്തി. വളരെ തന്ത്രപ്രധാനമായ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച നടന്നത്. ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം തൊട്ട് താരിഫ് യുദ്ധം, ചൈനയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ചയായിരുന്നത്. എന്നാൽ ഈ സ്ത്രീയുടെ കണ്ണിൽപ്പെട്ടത് ആ ചർച്ചയിൽ ഒരു പെണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി വലിയൊരു വാദപ്രതിവാദങ്ങൾ തന്നെ ഈ സ്ത്രീ നടത്തിയിരിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ പല മേഖലയിലുള്ള വ്യക്തികളായിട്ടും സംവദിക്കാറുണ്ട്. പല ജാതി, മത, സാമൂഹ്യ ചുറ്റുപാടുകൾ, രാഷ്ട്രീയ ചുറ്റുപാടുകൾ, നിലപാടുകളുള്ളവരൊക്കെ ആയിട്ട്. അപ്പം ഞാൻ കുറച്ച് കാലഘട്ടത്തിൽ കുറച്ച് ഫെമിനിസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അവരൊരു പ്രായമായ ഫെമിനിസ്റ്റുകളുണ്ട്, 40, 50, 60 വയസ്സെത്തിയ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവരെന്നോട് വളരെ ദുരിതപൂർണമായ ഏകാന്തമായ അവരുടെ ജീവിതത്തെ പറ്റി പറയാറുണ്ട്. അവരുടെ ടീനേജ് 20, 10, 20, 30, 40 വരെയൊക്കെ അവർ പുരുഷ മേധാവിത്വത്തിനെതിരെ, ആണുങ്ങൾക്കെതിരെ ഒക്കെ ഘോരം പ്രസംഗിച്ച് അടുത്ത തലമുറയെ പോലും ആ നരകത്തിലേക്ക് തള്ളിവിടുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ളവർ. അത് കഴിഞ്ഞ് 40-45 വയസ്സിൽ അവരെന്നോട് പറഞ്ഞാൽ ഞാൻ ശരിക്കും തെറ്റ് ചെയ്തു പോയി, ദുരിതത്തിലാക്കി, കുറേ ജീവിതങ്ങളെയും ദുരിതത്തിലാക്കി, എൻ്റെയും ജീവിതം ദുരിതത്തിൽ. ഞാൻ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ശരിക്കും അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർ പുറത്ത് വന്ന് മിണ്ടാറില്ല. അവർ പുറത്ത് വന്ന് ഘോരം പറയാറില്ല. അയ്യോ എന്നെ പീഡിപ്പിച്ചേ അയ്യോ എന്നും പറഞ്ഞു. കാരണം ഭർത്തൃ വീട്ടുകാരായാലും അവരുടെ അമ്മായിമ്മമാർ അല്ലെങ്കിൽ അവരുടെ ഭർത്തൃ വീട്ടുകാർ, സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒട്ടനവധി കഠിന വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അവർ പുറമേ വന്ന് ഒരിക്കലും അത് പറയില്ല. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ച് വിട്ടു. പിന്നെ ഇവിടെ വന്നിട്ട് അവരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ജീവിതം ദുരിതത്തിലാക്കാൻ അവർ ശ്രമിക്കാറില്ല. അവരത് അനുഭവിച്ച് സഹിച്ച് ജീവിക്കുള്ളൂ. എന്നാൽ ഈ ഒരു തരത്തിലുള്ള സ്ത്രീകൾ, ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ ഇവിടെ പറയും, ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ, ഈ ഫെമിനിസ്റ്റുകൾ വന്നിട്ട് അവരുടെയും ജീവിതം ദുരിതത്തിലാക്കും. അവർക്കൊന്നും, അതായത് വെറുതെ വന്ന് പറയാണ് അവരെ പീഡിപ്പിച്ചു എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പം ഈ ഒരു മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ആവശ്യം, ഇവരതിൽ ഇൻവോൾവ്ഡ് പോലുമല്ല. ചൈനയിലെ സി ജിൻപിന്നും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപും നടത്തുന്ന ഉച്ചകോടിയിൽ സ്ത്രീ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ ഇവളാരാ? ഇവർക്ക് അവർ പോയി ഘോരം പ്രസംഗിക്കാം, സംസാര സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞോട്ടെ. പക്ഷേ ഇവർക്ക് എന്താണ് അതുകൊണ്ട് ഒരു കുറവ് എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ഇവർ കണ്ടൊരു കോട്ടമാണ്. അവർ രണ്ടാളും, സി ജിൻപിന്നും കണക്കിലെടുക്കില്ല, ട്രംപും കണക്കിലെടുക്കില്ല. അവർ അത് കേട്ട് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഉള്ള പെണ്ണുങ്ങളെയും കൂടി പുറത്താക്കും. അതാണ് അവരുടെ നിലപാട്. അപ്പം ഈ സ്ത്രീയുടെ ചിന്താഗതി നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അമ്മമാർ, പെങ്ങന്മാർ, പെൺമക്കൾ, സഹോദരിമാർ, ഭാര്യമാർ, സുഹൃത്തുക്കൾ, അവർ നമ്മൾ അതുപോലെയാണ് മനസ്സിലാക്കുന്നതും കൊണ്ടു നടക്കുന്നതും. അങ്ങനെ ഒരു 90% നമ്മളെ അത്തരത്തിലുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും അമ്മമാരായും പെങ്ങന്മാരായും ഭാര്യമാരായും നമ്മൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. കാരണം അവർക്ക് ആ ഒരു
അതായത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ അവർ ഇരയാകാനായിട്ട് വളരെ ചെറിയ ശതമാനം സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവർക്ക് ശ്രദ്ധ, അറ്റൻഷൻ നേടുന്നതിന് വേണ്ടി, അതായത് ട്രംപും സി ജിൻപിങ്ങും കൂടുന്നിടത്ത് ഗീതാ ഗോപിനാഥിനെ ക്ഷണിക്കാൻ പറ്റുമോ? അവരെ ക്ഷണിക്കാൻ അവരൊരു നല്ല തലപ്പത്ത്, എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അവരെന്തോ സാമ്പത്തിക ഉപദേഷ്ടാവോ എന്തൊക്കെ ആക്കിയതാണ്. അവരെ ക്ഷണിച്ചില്ല എന്നുള്ളതാണോ ഈ സ്ത്രീയുടെ വിഷയം? അപ്പം ഈ സ്ത്രീ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കും മുമ്പ് അവരുടെ സ്ഥാനം ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആ സ്ഥാനത്തെത്തിയ സ്ത്രീയാണ്. അവരിങ്ങനെ ഒരു പ്രസ്താവന പറയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ ചോദിക്കാനുള്ളത്. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം, സ്ത്രീകളെ സംരക്ഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിശബ്ദരായിരിക്കും പീഡകൾ അനുഭവിക്കുന്നവർ. അവരെ കണ്ടെറിഞ്ഞ് നമ്മൾ സംരക്ഷിക്കണം. അവിടെ ആരെങ്കിലും അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിശബ്ദമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കണം എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു. അതല്ലാതെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ പൊളിച്ചടക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.